Hi all of you. Once again I welcome all of you on behalf of Riju and PSK online classes. Okay. Hope that all of you working very well. And definitely you know what we discussed in last class, it was regarding energy terms. നോക്കൂ, നമുക്ക് 3 എനർജി ടേംസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. തീർച്ചയായും നിങ്ങൾക്കറിയാം, ആദ്യത്തത് 2.18 into 10 raised to minus 18 joule per atom, and the second one is minus 13.6 EV per atom, and next is minus 1312 kilojoule per mole. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വാല്യൂസിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ പ്രോബ്ലംസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പോയിന്റ്സ് ഉണ്ട്, ആ പോയിന്റ്സിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ എനിക്കറിയാം നിങ്ങളെല്ലാവരും വളരെ ആങ്സിയസ്ലി വെയിറ്റ് ചെയ്യുന്നുണ്ട് സ്പെക്ട്രം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നമുക്ക് ബോർ മോഡൽ അതിനെക്കുറിച്ചുള്ള ഡേറ്റാസ് മുഴുവൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സ്പെക്ട്രം എന്താണ്, അതും ഹൈഡ്രജൻ സ്പെക്ട്രം എന്താണെന്ന് ഇഫക്റ്റീവായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ സെഷൻ ഒരു പ്രോബ്ലം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദാറ്റ് പ്രോബ്ലം. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. നോക്കൂ കുട്ടികളെ, സോ ഓക്കെ ഓൾ ഓഫ് യു, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂ പ്രോബ്ലം. Calculate energy of an electron present in first, second, third orbit of hydrogen, helium plus and lithium 2 plus. നോക്കൂ എല്ലാവരും. അപ്പം ഞാൻ ആദ്യം നമുക്ക് വേണ്ട ഇക്വേഷൻ, നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ദിവസം 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഒരെണ്ണം ഇവിടെ എടുത്ത് ഉപയോഗിക്കാം. അത് ഇ വി വെച്ചിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും ഇ വിൻ്റെത്, അതോ മറന്നോ? ഇല്ല, ഓർക്കുന്നുണ്ടാവും എല്ലാവരും. minus 13.6 EV എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ വാല്യൂ ഇവിടെ എഴുതുകയാണ്. നോക്കിക്കോളൂ എല്ലാവരും. സോ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ പ്രസന്റ് ഇൻ nth ഓർബിറ്റ് ഈസ് ഈക്വൽ ടു minus 13.6 you have z square by n square EV per atom. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വാല്യൂ. തീർച്ചയായിട്ടും അത് നമ്മൾ ഓർത്തിരിക്കുക. അതുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, അങ്ങോട്ട് സോൾവ് ചെയ്ത് പോകാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഓക്കെ ഓൾ ഓഫ് യു, സോ ഡെഫിനറ്റ്ലി യു ക്യാൻ സീ ദാറ്റ്സ് എ ഇക്വേഷൻ വി നീഡ് ടു റിമെമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഹൈഡ്രജൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഹൈഡ്രജൻ്റെ കേസ് ഞാൻ എഴുതുകയാണ്. ഹൈഡ്രജൻ, യു ക്യാൻ സീ ദാറ്റ് ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ Z ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഇയാളുടെ എനർജി ഓഫ് ഫസ്റ്റ് ഷെല്ല് കാണാം. സി ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ഹിയർ എനർജി ഓഫ് ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ. സോ വിൽ ബി ഹാവിംഗ് minus 13.6 isn't it? എന്നിട്ട് എന്ത് ചെയ്യണം, Z സ്ക്വയർ. ഹൈഡ്രജൻ്റെ Z 1 ആണ്. അതുപോലെ നമ്മൾ സംസാരിക്കുന്നത് ഫസ്റ്റ് ഷെല്ലിനെ കുറിച്ചിട്ടല്ലേ. അപ്പോൾ രണ്ടും Z ഉം 1 ആണ്, അതുപോലെ N ഉം 1 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം here into we have 1 square divided by 1 square. 1 square divided by 1 square. So definitely you can see that നിങ്ങളുടെ ആൻസർ minus 13.6. അപ്പോൾ ആദ്യത്തെ ആൻസർ എല്ലാവർക്കും കിട്ടി. സോ your answer is minus 13.6. അപ്പോൾ എനിക്ക് ഇതേപോലെ ആർക്കും കാണാം. I can find out for helium also. So let me find out for helium. നോക്കൂ എല്ലാവരും. So in case of helium plus you know atomic number is equal to 2. അവിടെ ആകെ വരുന്ന വ്യത്യാസം എന്ത് മാത്രമാണ്, അറ്റോമിക് നമ്പർ നേരത്തെ 1 ആയിരുന്നു ഹൈഡ്രജന്, ബട്ട് റൈറ്റ് നോ വി ഹാവ് 2 ഫോർ ഹീലിയം. സോ വി ക്യാൻ റൈറ്റ് E1 ഓഫ്, സോ I'll change the pen here. So we have E1 of helium plus. What is E1 of helium plus? We'll be getting minus 13.6 into 2 square by 1 square. 2 square by 1 square. അതാണ് അവിടുത്തെ വ്യത്യാസം. നമ്മളൊന്നും ചെയ്യേണ്ട, അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട, അത് അതേപോലെ അവിടെ നിന്നോട്ടെ. isn't it? അതുപോലെ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് നെക്സ്റ്റ് അടുത്ത ആളിലേക്ക് നമുക്ക് വരാം. സോ അടുത്ത ആരാണ്, വി ഹാവ് ലിഥിയം 2 പ്ലസ്. സോ ലിഥിയം 2 പ്ലസ് ആവുമ്പോൾ ഇസഡിൻ്റെ വാല്യൂ എത്രയാണ്, 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം E1 ഓഫ് ലിഥിയം 2 പ്ലസ് which is equal to minus 13.6 into 3 square by 1 square. 3 square by 1 square. നോക്കൂ, ഞാൻ അവിടെയും അയാൾ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം,
ഒന്നാമത്തെ ഷെല്ലിൻ്റെ ആരുടെ എനർജിയാണ് കൂടുതൽ? നോക്കൂ, ഒന്നാമത്തെ ഷെല്ലിൽ ഇയാളുടേത് -13.6, എന്നാൽ ഇവിടെ എത്തുമ്പോൾ -13.6 ഇൻറ്റു 4, എന്നാൽ ഇവിടെ എത്തുമ്പോൾ -13.6 ഇൻറ്റു 9. അപ്പോൾ ഞാൻ ഓരോ ആൾക്കാരുടെയും വാല്യൂ നോക്കൂ കുട്ടികളെ. ആദ്യത്തെ കേസിൽ യു ക്യാൻ സീ ദാറ്റ് ഹിയർ വാല്യൂ ഈസ് -13.6. നെക്സ്റ്റ് വാല്യൂ സീ ടു ദിസ്, ഇവിടെ നമുക്ക് കിട്ടിയത് -13.6 ഇൻറ്റു 4. മീൻസ് ഒന്നാമത്തെ ഷെല്ലിൻ്റെ എനർജി ഹീലിയത്തിനാണോ കൂടുതൽ, ഹൈഡ്രജൻ ആണോ കൂടുതൽ? തീർച്ചയായും നിങ്ങൾക്കറിയാം ഹീലിയത്തിൻ്റെത് കൂടുതൽ. ഓക്കെ, ആൻഡ് നൗ ഹീലിയത്തിനാണോ കൂടുതൽ അതോ ലിഥിയത്തിനാണോ കൂടുതൽ? സോ ലെറ്റ് സി വാട്ട് അബൌട്ട് ലിഥിയം വാല്യൂ. വിൽ ബി ഗെറ്റിംഗ് -13.6 ഇൻറ്റു 9. സോ ഡെഫിനറ്റ്ലി നമ്മൾ അറിയുക ഒരു ഷെല്ലുള്ള ഇലക്ട്രോൺസിൻ്റെ എനർജി അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുക? കൂടിക്കൊണ്ടിരിക്കുക. അത് ഒന്നാമത്തെ ഷെല്ലാണെങ്കിൽ അങ്ങനെ, രണ്ടാമത്തേലാണെങ്കിൽ അങ്ങനെ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഷെല്ലിനെ കുറിച്ച് ചിന്തിക്കാം. ഇനി അങ്ങനെയാണെങ്കിൽ നോക്കൂ എല്ലാവരും. സോ വെൻ വി ടോക്ക് അബൌട്ട് സെക്കൻഡ് ഷെൽ, E2 of hydrogen. What is E2 of hydrogen? -13.6 into Z square. ഇപ്പോഴും മാറ്റമൊന്നുമില്ല, Z square അത് തന്നെയാണ്. സോ ഐ ക്യാൻ റൈറ്റ് 1 square divided by Z 1 ആണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന രണ്ടാമത്തെ ഷെല്ലിൻ്റെയാണ്. രണ്ടാമത്തെ ഷെല്ലാകുമ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. അപ്പോൾ n സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 square means 4. സോ ഐ ക്യാൻ റൈറ്റ് ഹിയർ ഇറ്റ്സ് ഈക്വൽസ് 2 square. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ വാല്യൂ യു ക്യാൻ സീ ദാറ്റ് -3.4. സോ ഹിയർ വാല്യൂ ഇസ് -3.4. ഇനി നമുക്ക് E2 ഓഫ് ഹീലിയത്തിലേക്ക് വരാം. So we have E2 of helium which is equal to -13.6 into what we get? Z in the value 2 square ആണ്. അപ്പോൾ നമ്മൾ 2 square divided by 2 square. തീർച്ചയായിട്ടും ഈ രണ്ട് ടേംസും ഇവിടെ ക്യാൻസൽ ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കൂ എല്ലാവരും -13.6. ഇവിടെ ഒരു സിമിലാരിറ്റി കൂടെ നമ്മൾ കാണുകയാണ്. നോക്കൂ, ഒന്നാമത്തെ ഷെല്ലിൻ്റെ ഹൈഡ്രജൻ എനർജി -13.6, രണ്ടാമത്തെ ഷെല്ലിൻ്റെ ഹീലിയത്തിൻ്റെ എനർജി -13.6. പ്ലീസ് റിമെമ്പർ ദാറ്റ്. ഇനി നമുക്ക് ലിഥിയത്തിൻ്റെ സെക്കൻഡ് ഷെല്ലിലേക്ക് വരാം. സോ വാട്ട് അബൌട്ട് ഫോർ ലിഥിയം? സി ഐ ക്യാൻ റൈറ്റ് ഫോർ ലിഥിയം ഹിയർ E2 of lithium 2+. You can see that you will have a -13.6 into 3 square divided by 2 square. 3 square divided by 2 square. Okay, all of you, let it be there. അതിൻ്റെ വാല്യൂ എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ആ റേഷ്യോ നമ്മൾ എടുക്കുമ്പോൾ അവിടേക്ക് നമുക്ക് എത്താം. ഓക്കെ, നെക്സ്റ്റ് തേർഡ് കേസിലേക്ക് ഞാൻ വരുന്നു. സോ വാട്ട് അബൌട്ട് തേർഡ്? See to that E3 of hydrogen. You will be getting -13.6 into 1 square divided by 3 square which is equal to, കുട്ടികൾ എല്ലാവരും നോക്കുക, ഈ വാല്യൂ നമ്മുടെ മനസ്സിൽ വെക്കേണ്ടതാണ്. സോ യു വിൽ ബി ഗെറ്റിംഗ് -1.51. ഇയാളുടെ വാല്യൂ -1.51. അപ്പോൾ നമുക്ക് ഇപ്പുറത്ത് ഹീലിയത്തിൻ്റെ കാണാം. സോ E3 of helium you will be getting -13.6 into, you'll have a 2 square divided by 3 square. 2 square divided by 3 square. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, let it be there. നെക്സ്റ്റ് നമുക്ക് E3 of ആരെ കാണാം? lithium 2+. So when we think about E3 of lithium 2+, -13.6 into what will get? 3 square by 3 square. ഇതാണ് നമ്മുടെ വാല്യൂസ് ഒക്കെ നമുക്കുള്ളത്. നോക്കൂ എല്ലാവരും ബോർഡിൽ നോക്കുക. ഇസൻ ഇറ്റ്? ഇപ്പോൾ കുറേ എല്ലാ ആൾക്കാരുടെയും വാല്യൂസ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചില സിമിലാരിറ്റീസ് നമുക്ക് കാണാം. ആ സിമിലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു ചില പ്രത്യേകതകൾ നമുക്ക് കാണാം. ആ പ്രത്യേകതകൾ അതാണ് നമുക്ക് വേണ്ടത്. നോക്കൂ ആദ്യത്തത്. സി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ? 13.6. ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ഈസ് 13.6. Now second orbit of helium 13.6.
Now, third orbit of lithium, again, what you'll get? So, we'll be getting same. That is the first point you need to take. എന്താണ് ആ പോയിന്റ്? ഒന്നാമത്തെ ഷെല്ലിൻ്റെ ഹൈഡ്രജൻ്റെതും രണ്ടാമത്തെ ഷെല്ല് ഹീലിയത്തിൻ്റെയും മൂന്നാമത്തെ ഷെല്ല് ലിഥിയത്തിൻ്റെയും എനർജീസ് സെയിം ആണ്. ഓക്കെ ലഫ്യോ? അപ്പോൾ തീർച്ചയായും ആ പോയിന്റ് ഞാൻ എടുത്തെഴുതാൻ പോവുകയാണ്. നോക്കൂ, വാട്ട് ഈസ് ദ പോയിന്റ്? സി, നമ്മൾ പഠിച്ച പോയിന്റ് ഇപ്രകാരമാണ്. ട്രൈ ടു സീ ദാറ്റ് E1 of hydrogen is equal to E2 of helium plus is equal to E3 of lithium 2 plus. ഇതാണ് നമ്മൾ അവിടുന്ന് കിട്ടിയ ഒന്നാമത്തെ പോയിന്റ്. ലെറ്റ്സ് കം ബാക്ക് ടു ദ ബോർഡ്. നോക്കൂ, see, E1 of hydrogen 13.6, 1 square cancelled. E2 of helium minus 13.6, 2 square cancelled, you got 13.6. Similarly, E3 of lithium 2 plus 3 square cancelled, we got minus 13.6, isn't it? അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നോക്കുക, ഫസ്റ്റ് പോയിന്റ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. E1 of hydrogen is equal to E2 of helium plus is equal to E3 of lithium plus. എല്ലാവരുടെയും values minus 13.6. So all these values are minus 13.6. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം. നോക്കൂ, അടുത്ത പോയിന്റ് നമ്മൾ E1 of hydrogen 13.6, എന്നാൽ E1 of helium 13.6 into 4. Now E1 of lithium 2 plus 13.6 into 9. ഇത് ഞാൻ അടുത്ത ഇതിലേക്ക് എഴുതുകയാണ്. നോക്കൂ എല്ലാവരും, സീ ടു ദാറ്റ്. ആദ്യത്തെ ഞാൻ പോയിന്റ് എഴുതിയത് ഇങ്ങനെയാണ്. E1 of hydrogen it is equal to 13.6. അടുത്തത് E1 of helium plus is equal to 13.6 into 4. Next, E1 of lithium 2 plus is equal to, see, we forget one thing, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സിമിലർലി ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് ഒരിക്കലും മായ്ക്കാൻ പാടില്ല. സോ വി ഹാവ് എ മൈനസ്, വാട്ട് വി ഹാവ് 13.6 into 9. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നൊരു പ്രത്യേകത, isn't it? അവരുടെ അറ്റോമിക് നമ്പർ കൂടുന്ന അനുസരിച്ച് ആ ഷെല്ലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ത് ചെയ്യണം? കൂടുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ റേഷ്യോ കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദാറ്റ് റേഷ്യോ? E1 of hydrogen is to E1 of helium plus is to E1 of lithium 2 plus. What is the value? നോക്കൂ, ഇവിടെ നമുക്ക് എഴുതാം 13.6 into 1. Next 13.6 into 4. Next 13.6 into 9. So what I can write? 1 is to 4 is to 9, isn't it? അപ്പോൾ ഇത് ഹീലിയത്തിൻ്റെ ഒന്നാമത്തെ ഷെല്ലിനോ ഹൈഡ്രജൻ്റെ ഒന്നാമത്തെ ഷെല്ലിനോ അല്ലെങ്കിൽ ലിഥിയം 2 പ്ലസിൻ്റെ ഒന്നാമത്തെ ഷെല്ലിനോ അല്ല. നിങ്ങൾ ഏത് ഷെല്ലെടുത്തോളൂ, നിങ്ങൾ രണ്ടാമത്തെ ഷെല്ലെടുത്തോളൂ, നിങ്ങൾ മൂന്നാമത്തെ ഷെല്ലെടുത്തോളൂ, ഏത് ഷെല്ലെടുത്താലും റേഷ്യോ ഇപ്രകാരമായിരിക്കും. സോ ഐ ക്യാൻ റൈറ്റ്, നോക്കൂ, ഈ 1ന് പകരം എനിക്ക് എഴുതാം nth orbit of hydrogen. So nth orbit of helium plus nth orbit of lithium 2 plus, അവർ തമ്മിൽ റേഷ്യോ എന്തായിരിക്കും? 1:4:9 ആയിരിക്കും, isn't it? അപ്പോൾ നോക്കൂ, പ്രൊവൈഡഡ് ദാറ്റ് n എല്ലായിടും ഒന്ന് തന്നെ സെയിം തന്നെ ആയിരിക്കണം. ഇവിടെ നിങ്ങൾ n2 എടുത്താൽ ഇതും 2 ആയിരിക്കണം, ഇതും 2 ആയിരിക്കണം. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ ലഫ്യോ? സോ രണ്ടാമത്തെ റേഷ്യോ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കേസിലേക്ക് നമ്മൾ വരികയാണ്. ഓൾ ഓഫ് യു പ്ലീസ് മൈൻഡ് ദ ബോർഡ്. നോക്കൂ, ഇയാളെ മാത്രം ഞാനിങ്ങ് എടുക്കുകയാണ്. ആരെ മാത്രം? ഹൈഡ്രജനെ മാത്രം. ഓക്കെ, ഓറൽസ് ഹീലിയത്തെ മാത്രം. ബട്ട് മിക്കപ്പോഴും നമ്മൾ ഹൈഡ്രജനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഹൈഡ്രജനിലേക്ക് തന്നെ വരാം. സോ സീ ടു ദാറ്റ്, whenever we are talking about hydrogen, ഹൈഡ്രജൻ്റെ ഫസ്റ്റ് ഓർബിറ്റിൻ്റെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈക്വൽസ്, so once again I am writing E1 of hydrogen is equal to minus 13.6. Next, E2 of hydrogen is equal to minus 13.6 divided by or into 1 square by 4.
Okay, you know the value is minus 3.4. Write the value minus 3.4. Similarly, E3 of hydrogen minus 13.6 into 1 by 9, which is equal to minus 1.51. Similarly, E4 of hydrogen is minus 13.6 into 1 by 16, which is equal to 0.85 മൈനസ്. നോക്കൂ, നമ്മൾ ഇവിടെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒന്നാമത്തെ ഷെല്ലിൻ്റെ എനർജി 13.6 മൈനസ് രണ്ടാമത്തെ ഷെല്ലിൻ്റെ എനർജി മൈനസ് 13.6 ഇൻറ്റു 1 സ്ക്വയർ ബൈ 4 ഇസ് ഈക്വൽ ടു 3.4. മൂന്നാമത്തെ ഷെല്ലിൻ്റെ എനർജി മൈനസ് 13.6 ഇൻറ്റു 1 ബൈ 9 ഈക്വൽസ് മൈനസ് 1.51. നാലാമത്തെ ഷെല്ലിൻ്റെതും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹൈഡ്രജൻ്റെ ഒന്നാമത്തെ ഷെല്ലിൻ്റെയും രണ്ടാമത്തെ ഷെല്ലിൻ്റെയും മൂന്നാമത്തെയും നാലാമത്തെയും റേഷ്യോ കാണണം. See what I am trying to find out? E1 of hydrogen is 2, E2 of hydrogen is 2, E3 of hydrogen is 2, E4 of hydrogen is 2, and so on. Okay, let's come only up to 3. നമ്മൾ 3 വരെ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ വാട്ട്സ് ദ വാല്യൂ ഓഫ് ദിസ്? എന്തായിരിക്കും കുട്ടികളുടെ എന്തായിരിക്കും ഇയാളുടെ വാല്യൂ? ആദ്യത്തെ നിങ്ങൾ നോക്കുക, ഇൻറ്റു ഇസൻ ഇറ്റ് 1. ഇവിടെ എക്സ്ട്രാ വന്നത് 4 ആണ്, ഇവിടെ എക്സ്ട്രാ വന്നത് 9 ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ദെയർ ആദ്യത്തത് 1 by 1. 1 by 1 is 2. നെക്സ്റ്റ് 1 by 4 is 2. നെക്സ്റ്റ് 1 by 9. ഇത് ഹൈഡ്രജൻ എന്നല്ല, ആരുടെ ആയിക്കോട്ടെ, ഹീലിയത്തിൻ്റെതായിക്കോട്ടെ അതല്ല ലിഥിയത്തിൻ്റെ ആയിക്കോട്ടെ, എങ്ങനെ വന്നാലും ഈ റേഷ്യോ ആയിരിക്കും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് റൈറ്റ് ദ റേഷ്യോ ക്ലിയർലി. E1 of hydrogen is 2, E2 of hydrogen is 2, E3 of hydrogen, which is equal to, you will get 36 is to 9 is to 1. നോക്കൂ, so 9 is to 4, isn't it? See, 36 is to 9 is to 4. എങ്ങനെ ഈ 36 is to 9 is to 4 കിട്ടിയത്? നമ്മൾ ഇതിനെ 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഹിയർ 36, ഇവിടെ 36 by 4 9, ഇവിടെ 36 by 9 4, isn't it? അപ്പോൾ ആ ഒരു റേഷ്യോ നമുക്കിവിടെ കിട്ടി. സോ ഇത് ഈ ഒരു ആറ്റത്തിൻ്റെ മാത്രമല്ല, ഏത് ആറ്റവും ആയിക്കോട്ടെ. സപ്പോസ് ഇൻസ്റ്റെഡ് ഓഫ് ഹൈഡ്രജൻ നിങ്ങൾ സംസാരിക്കുന്ന ഹീലിയം ആയിക്കോട്ടെ. സോ ഇൻ കേസ് ഓഫ് ഹീലിയം ഓൾസോ യു ക്യാൻ സീ ദാറ്റ് യു വിൽ ഗെറ്റ് ദി സെയിം റേഷ്യോ. ഏതായിരിക്കും കിട്ടുന്ന റേഷ്യോ? യു ക്യാൻ സീ ദാറ്റ് റേഷ്യോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ്, E1 of hydrogen is to, E2 of hydrogen is to, E3 of hydrogen equals 36 is to 9 is to 4. ഓക്കെ, ഇവിടെ നിങ്ങളൊരു പ്രത്യേകത കാണാൻ പറ്റുന്നുണ്ട്. നോക്കൂ, എന്താണ് ആ പ്രത്യേകത നമുക്ക് നോക്കാം. സീ ടു ദാറ്റ്. അപ്പോൾ സി വാട്ട് ഈസ് ദാറ്റ് സ്പെഷ്യാലിറ്റി? ഇതേ വാല്യൂ നമ്മൾ അടുത്തിൽ എഴുതുകയാണ്. സി വി ഹാവ് E1, sorry, see we have E1 of hydrogen is to, E2 of hydrogen is to, E3 of hydrogen എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കണ്ടു 36 is to 9 is to 4. ഓക്കെ, ഇത് ഒരു ഹൈഡ്രജന് മാത്രമല്ല, ദിസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ എനി ആറ്റം. യു ടേക്ക് ലിഥിയം, യു ടേക്ക് ഹീലിയം, you take beryllium, doesn't matter, whatever the atom, you can see that you will get this ratio. So remember this ratio, isn't it? So all of you listen, 36 is to 9 is to 4. അപ്പോൾ ഞാൻ ഇവിടെ ഹൈഡ്രജൻ തന്നെ എടുക്കുകയാണ്. നമ്മുടെ ഡിസ്കഷൻ മെയിനായിട്ട് ഹൈഡ്രജൻ തന്നെയാണ്. സോ ഹൈഡ്രജനെ കുറിച്ച് പറയുകയാണെങ്കിൽ E1 ഓഫ് ഹൈഡ്രജൻ്റെ വാല്യൂ. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഹൈഡ്രജൻ? നോക്കൂ, ഹൈഡ്രജൻ്റെ വാല്യൂ ഞാൻ എഴുതുകയാണ്. ആദ്യത്തത് E1. കുട്ടികൾ എല്ലാവരും നോക്കുക, E1 ഈക്വൽസ് മൈനസ് 13.6 EV. ആൻഡ് വാട്ട് ഈസ് E2? E2 is equal to minus 3.4 electron volt. E3 is equal to minus 1.51 electron volt. E4 is equal to minus 8.5 electron volt. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഡിഫറൻസ് ഏകദേശം 10 അടുപ്പിച്ചിട്ടാണ്. നിങ്ങൾ നോക്കൂ, 13.6ഉം 3.4ഉം തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 10.2 ആണ്.
അതുപോലെ നിങ്ങൾ അടുത്ത രണ്ട് ആൾക്കാർ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം 1.9 ആണ്. ഇനി അടുത്ത രണ്ടുപേരുടെ വ്യത്യാസം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 0.69 സംതിങ് ആ ഒരു രീതിയിൽ വരും. അപ്പം നമ്മൾ നോക്കൂ, എല്ലാവരും ദൂരേക്ക് പോകുന്ന അനുസരിച്ച് കൺസിക്യൂട്ടീവ് ഷെൽസിൻ്റെ എനർജി ഡിഫറൻസ് എന്ത് ചെയ്യാണ്? കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. സോ ഐ ക്യാൻ റൈറ്റ് വൺ മോർ സ്റ്റേറ്റ്മെൻറ്റ് ഹിയർ. നോക്കൂ, ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹിയർ വി ക്യാൻ സേ വൺ മോർ സ്റ്റേറ്റ്മെൻറ്റ്. വാട്ട് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്? നോക്കൂ എല്ലാവരും, E4 minus E3 is less than E3 minus E2 is less than E2 minus E1. Okay, all of you? അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് നിങ്ങൾ കാണുന്നത് ഇവർ തമ്മിലാണ്. ഓർത്തിരിക്കുക, ഏറ്റവും കൂടുതൽ എനർജി ഡിഫറൻസ് എപ്പോഴും ഒബ്സർവ് ചെയ്യുന്നത് ഫസ്റ്റും സെക്കൻഡും തമ്മിലാണ്. നോക്കൂ, ഇവിടെ അവർ തമ്മിലുള്ള വ്യത്യാസം 10.2 isn't it? So keep the general point in mind. E1 is 2. ഇത് ഹൈഡ്രജൻ ആയിക്കോട്ടെ, അതല്ല ഹീലിയം ആയിക്കോട്ടെ, ഏത് ആറ്റവും ആയിക്കോട്ടെ, ഡസൻറ്റ് മാറ്റർ. E1 is to E2 is to E3 equals 36 is to 9 is to 4. ഓക്കെ, ആൻഡ് നൗ നോക്കൂ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ ഈ മുകളിലേക്ക് പോകുന്ന അനുസരിച്ച് അവരുടെ എനർജി ഡിഫറൻസ് എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്. isn't it? So that's the point I've written here. എനർജി ഡിഫറൻസ് മാക്സിമം ഉള്ളത് സെക്കൻഡും വണ്ണും തമ്മിലായിട്ടാണ്. അങ്ങോട്ടേക്ക് പോകുന്നതോട് എനർജി ഡിഫറൻസ് എന്ത് ചെയ്യാണ്? കുറഞ്ഞു 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 വരികയാണ്. isn't it? So all of you listen, ഏതൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്? ഒന്ന്, see to that what the next point we are talking here. നോക്കൂ എല്ലാവരും, നമ്മൾ ഇനി പറയാൻ പോകുന്ന പോയിന്റ്സ് ആകെ ഇവിടെ എനർജിൻ്റെ ടേംസ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ പഠിച്ചത് നമുക്ക് സമ്മറൈസ് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ വേറൊന്നുമല്ലായിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് എനർജി ഓഫ് ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റ് ഓഫ് ലിഥിയം 2+, ഹീലിയം പ്ലസ് ആൻഡ് ഹൈഡ്രജൻ. പക്ഷെ അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അത് മാത്രം കണ്ടുപിടിക്കുക എന്നുള്ളതല്ല. isn't it? നമുക്ക് ചെയ്യേണ്ട പ്രോബ്ലം അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിക്കോളൂ എല്ലാവരും. സീ ടു ദാറ്റ്. ആദ്യം നമ്മൾ കണ്ടത് ഹീലിയത്തിൻ്റെ ഹൈഡ്രജൻ്റെ കേസിലുള്ള വാല്യൂ. നോക്കൂ, ഹൈഡ്രജൻ്റെ കേസിൽ വി നോ ദാറ്റ് വാട്ട് അബൌട്ട് ദ വാല്യൂസ്? ഡോണ്ട് ഫോർഗെറ്റ് ദിസ് വാല്യൂസ്. ഹൈഡ്രജൻ്റെ E1ൻ്റെ വാല്യൂ -13.6, ഹൈഡ്രജൻ്റെ E2ൻ്റെ വാല്യൂ -3.4, ഹൈഡ്രജൻ്റെ E3ൻ്റെ വാല്യൂ -1.51. നെക്സ്റ്റ് E4ൻ്റെ വാല്യൂ വാട്ട്സ് ദാറ്റ് -0.85. ഇത് ഇത്രയും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ ലവ് യു, ദെൻ ഓൺലി വി ക്യാൻ സോൾവ് ദ പ്രോബ്ലംസ് ഈസിലി. നെക്സ്റ്റ് പോയിന്റ്, അടുത്ത പോയിന്റ് എല്ലാവരും നോക്കൂ. നമ്മൾ എഴുതിയ അടുത്ത പോയിന്റ് നമ്മൾ ഇങ്ങനെയാണ് എഴുതിയത്: E1 ഓഫ് ഹൈഡ്രജൻ ഇസ് ഈക്വൽ ടു E2 ഓഫ് ഹീലിയം പ്ലസ് ഇസ് ഈക്വൽ ടു E3 ഓഫ് ലിഥിയം 2+. എല്ലാവരുടെയും വാല്യൂസ് -13.6. ദിസ് ഇസ് സെക്കൻഡ് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, നമ്മളൊരു പർട്ടിക്കുലർ ആറ്റം ഫോർ എ പർട്ടിക്കുലർ ആറ്റം. സോ വെൻ വി കൺസിഡർ എ പർട്ടിക്കുലർ ആറ്റം, അവിടുത്തെ റേഷ്യോ നോക്കൂ, ഞാൻ എഴുതി E1 is to E2 is to E3. വാട്ട്സ് യുവർ ആൻസർ? 36 is to 9 is to 4. Don't forget this. Okay, now one more point I have told you. As the distance increase, isn't it? As the distance increase, energy gap എന്ത് ചെയ്യുന്നു? കുറയുന്നു. Maximum energy gap you can observe between 2 and 1. That's what the next important point. See, energy gap between 2 and 1 is maximum than E3 minus E2, than E4 minus E3. So maximum energy gap is observed in case of second and first. Okay, all of you, see, these are the different points what we require to keep in our mind. Okay, all of you, isn't it? Now we need to go to the next point, another important point. See, എല്ലാവരും നമ്മൾ കണ്ടത് ഇവിടെ നമ്മൾ ഈ വാല്യൂസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, isn't it? -13.6, 3.4, -1.51, -0.85.
ഇതിനെ നമ്മൾ ഒന്നുകൂടെ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്ത് പോകുന്നത് ഈ ഹൈഡ്രജൻ്റെ ഈ വാല്യൂ മാത്രം എടുത്തിട്ട് അതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലെറ്റ്സ് ഗോ അഹെഡ് വിത്ത് ദാറ്റ്. അപ്പം നമുക്ക് ഈ ഹൈഡ്രജനെ മാത്രം എടുത്തിട്ട് അയാളുടെ വാല്യൂസും അനലൈസ് ചെയ്യാം. അതുപോലെ എനർജിക്ക് എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സി ഹൈഡ്രജൻ്റെ ഒന്നാമത്തെ ഷെല്ലിൻ്റെ എനർജി E1 of hydrogen is equal to minus 13.6 eV. Next, E2. Actually, I am talking about only hydrogen atom. See, I am talking only hydrogen atom. E2 is equal to minus 3.4 electron volt. E3 is equal to minus 1.51 electron volt. E4 is equal to minus 0.85 electron volt. കുട്ടികളെ, ഇതിൽ നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. ഏറ്റവും കുറവ് എനർജി കെ ഷെല്ലിനാണ്. സി, കെ ഷെല്ലിൻ്റെ എനർജി മൈനസ് 13.6 ആണ്. Please note the point, the minimum energy is observed in K shell. So what is that energy? Minus 13.6. Once you go up, see we are moving to second shell. എത്രയാണ് second shell energy? Minus 3.4. And third shell, what is the energy? Minus 1.51. Fourth shell, what is the energy? Minus 0.85. ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ഇയാളുടെ എനർജി കൂടി വരുന്നു, കുറഞ്ഞു വരികയല്ല. ആസ് വി ഗോ അവേ ഫ്രം ദ ന്യൂക്ലിയസ് എനർജി ഇൻക്രീസസ്. ഓക്കെ, എല്ലാവരും ചെവികൾ തുറന്ന് കേൾക്കുക. isn't it? As we go away from the nucleus, energy increases. Okay, and what is the energy at infinity? Energy at E infinity is equal to 0. Please keep in mind. Okay, അപ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെ ഷെല്ലിൽ നിന്ന് അടുത്ത ഷെല്ലിലേക്ക് പോയപ്പോൾ എനർജി കൂടി, വീണ്ടും മൂന്നാമത്തെ ഷെല്ലിലേക്ക് പോയപ്പോൾ എനർജി കൂടി, നാലാമത്തെ ഷെല്ലിലപ്പോൾ വീണ്ടും എനർജി കൂടി, ആൻഡ് ഇൻഫിനിറ്റിലെത്തിയപ്പോൾ യു നോ ദാറ്റ് എനർജി is 0. Okay, all of you. So please keep this in mind. As the n value increases, energy increases. Okay, so please write the point. As n value increases, energy increases. As n value increases, energy increases. What is that energy? All of you please mind, total energy increases. So what increases? Tell me all of you. Total energy increases. Okay, so that is the first point what you need to keep in mind, isn't it? As the n value increases, energy increases. And where we get energy maximum? Energy maximum at infinity. Not the point, E max at infinity. E maximum at infinity. E maximum at infinity. Okay, all of you. So what we have E maximum at infinity. Now let's go ahead with the next point. Okay, so next point, as n value increases, please note that kinetic energy decreases. Okay, so what is the next point? As the n value increases, see, as the distance increases, kinetic energy decreases. Okay, all of you. And these are the important points which we need to keep in mind. Listen, all of you. So definitely these are the things what we need to mind. And you may ask one thing, why energy is negative? Actually that not because of any other reason. All of you please mind, whenever we have two oppositely charged particle at a distance, infinity, ഇവർ രണ്ട് ഇൻഫിനിറ്റി ഡിസ്റ്റൻസ് ഇരിക്കുമ്പോൾ ഇവർ തമ്മിൽ അട്രാക്ഷൻ ഒന്നുമില്ല, isn't it? അപ്പോൾ ഇവർ സ്റ്റേബിൾ അല്ല. അപ്പോൾ അവർ സ്റ്റേബിൾ ആകാൻ വേണ്ടി എന്ത് ചെയ്യും? അടുത്തേക്ക് വരുന്നു മീൻസ് ദേ ആർ മൂവിങ്. വെൻ ദേ ആർ മൂവിങ്, ദേ ആർ സ്പെൻഡിങ് എനർജി. വെൻ ദേ സ്പെൻഡ് എനർജി, ദ എനർജി വിൽ ലൂസ്. ഇനിഷ്യലി ഇൻഫിനിറ്റിയിലായിരുന്നപ്പോൾ ഇവരുടെ എനർജി 0 ആണ്. അപ്പോൾ ഇവർ അടുത്തേക്ക് വരുമ്പോൾ ഇവർ മൂവ് ചെയ്യണം, ഇവരുടെ എനർജി കുറയണം,
ഇവർ എനർജി കുറഞ്ഞാൽ സീറോയിലും താഴേക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ നെറ്റ് എനർജി എന്തായിട്ട് എടുത്തിരിക്കുന്നത്, നെഗറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. ഇസ്ന്റ് ഇറ്റ്? സോ പ്ലീസ് ഗോ ത്രൂ ദിസ് ടോപ്പിക്. ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി വി നീഡ് ടു സോൾവ് സം മോർ പ്രോബ്ലംസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. ബട്ട് നെക്സ്റ്റ് ടോപ്പിക് വാട്ട് വി ഡിസ്കസ് ഈസ് ഹൈഡ്രജൻ സ്പെക്ട്രം. അപ്പോൾ അതാണ് നമ്മൾ അൾട്ടിമേറ്റ് എയിമിലേക്ക് നമ്മൾ പോകേണ്ടത്. ഇസ്ന്റ് ഇറ്റ്? തീർച്ചയായും. സോ പ്രാക്ടീസ് മോർ നമ്പർ ഓഫ് പ്രോബ്ലംസ്. Okay, all of you. Thank you. See you in the next class.